ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫോ PSC MEM ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 70/2025 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ വരുന്ന 2025 ജൂൺ മാസം 25-ാം തീയതി നടന്ന പിയൂൺ റൂം അറ്റൻഡൻറ്റ് നൈറ്റ് വാച്ച്മാൻ എന്ന തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യ പേപ്പറിലെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി പാർട്ടിലെ 20 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദ്യ പേപ്പറിൻ്റെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ മറ്റൊരു ചാനൽ ആയ എയിം ഫോർ PSCയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ എല്ലാവരും ആ ക്ലാസ് കാണേണ്ടതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 81ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയേത്? ഏത് ഓപ്ഷനാണ് ശരിയെന്നാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഓരോന്ന് നോക്കാം. ഓപ്ഷൻ എ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 12 + 15 = 37 എന്നാണ്. അത് തെറ്റാണ്. 12ഉം 15ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 27 വരേണ്ടത്. ഇനി ഓപ്ഷൻ ബി നമുക്ക് ചെക്ക് ചെയ്യാം. 25 - 7 എത്രയാണ് കിട്ടേണ്ടത്? 18 കിട്ടേണ്ടത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്താ? 19 അപ്പോൾ അതും തെറ്റാണ്. ഇനി ഓപ്ഷൻ സി നമുക്ക് നോക്കാം. 9 × 6 54. അതെ, ഓപ്ഷൻ സി 54 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി എന്താണ്? 8 ÷ 2 = 5 എന്നാണ്. 5 അല്ല, അവിടെ 4 വേണ്ടത്. അപ്പോൾ ഏത് ഓപ്ഷനാണ് ശരി? നമുക്ക് ശരി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 9 × 6 = 54. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 82ാമത്തെ ചോദ്യം, 20ൻ്റെയും 30ൻ്റെയും ഉസാഖ 10 ആണെങ്കിൽ അവയുടെ ലസാഗു എത്രയാണ്? അപ്പോൾ ഈ ചോദ്യത്തിൽ കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഇക്വേഷൻ പഠിക്കാം. അതായത് രണ്ട് നമ്പേഴ്സ്, അപ്പോൾ ഇവിടെ ഉസാഖ തന്നിട്ടുണ്ട്, ലസാഗു കണ്ടുപിടിക്കണം. രണ്ട് നമ്പേഴ്സും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിനെ ഞാൻ എ എന്നും ബി എന്നും എടുക്കുകയാണെങ്കിൽ ഉസാഖ എന്ന് പറഞ്ഞാൽ എന്താണ്? HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. ഇനി ലസാഗു എന്ന് പറഞ്ഞാലോ LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പോൾ ഈ തന്നിരിക്കുന്ന രണ്ട് സംഖ്യ എയും ബിയും ആയിക്കോട്ടെ. A × B എന്ന് പറയുന്നത് HCF × LCM എന്നാണ് ഇക്വേഷൻ വരുന്നത്. അതായത് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ ആ സംഖ്യകളുടെ ഗുണിതം എന്ന് പറയുന്നത് ആ നമ്പറിൻ്റെ ഉസാഖ അല്ലെങ്കിൽ HCFൻ്റെയും LCMൻ്റെയും ഗുണിതങ്ങളാണ്, മൾട്ടിപ്പിളാണ്. The product of two numbers is equal to the product of LCM and HCF എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 20ഉം 30ഉം തന്നിരിക്കുന്നത്. അപ്പോൾ 20 × 30 അതെ HCF, അതായത് ഉസാഖ തന്നിട്ടുണ്ടല്ലേ, 10 × LCM. LCM നമ്മൾ കണ്ടുപിടിക്കണം, ലസാഗു ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. LCM = 20 × 30/10 ഇതെല്ലാം വെട്ടി പോകുമ്പോൾ എന്ത് കിട്ടും എനിക്ക്? 60. അതായത് ഇവരുടെ ഈ തന്ന രണ്ട് സംഖ്യ, അതായത് 20ൻ്റെയും 30ൻ്റെയും ലസാഗു എത്രയാണ്? 60. ഓപ്ഷൻ എ 60 ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു HCF × LCM ആണ്. ഈ മോഡലിലുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് PSCയിൽ നമ്മളെപ്പോഴും കാണുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 83ാമത്തെ ചോദ്യം, 8/3ൻ്റെ 3/4 ഭാഗം എത്രയാണ്? ഇതൊരു സിമ്പിൾ ചോദ്യമാണ്, വേറെ ഒന്നും ചെയ്യേണ്ട. 8/3ൻ്റെ 3/4 ഭാഗം. അപ്പോൾ 8/3 × 3/4, അതായത് 8/3 × 4/3 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 3യും 3യും ക്യാൻസലാകും. 8നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 2 കിട്ടും.
അതായത് ഉത്തരം എത്രയാണ്? 2. ഓപ്ഷൻ ബി 2 നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 84ാമത്തെ ചോദ്യം. 726 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കയറിനെ 100 തുല്യ ഭാഗങ്ങളായി മുറിച്ചാൽ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടോട്ടൽ ലെങ്ത് എത്രയാണ്? ഒരു കയറ് തന്നിട്ടുണ്ട്, അതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 726. അത് സെൻറ്റിമീറ്ററിലാണ് നൽകിയിരിക്കുന്നത്. എത്ര ഭാഗങ്ങളായിട്ടാണ്? നമ്പർ ഓഫ് പീസസ് എന്ന് പറഞ്ഞു കൊടുക്കാം. നമ്പർ ഓഫ് പീസ് കൊടുക്കുകയാണ്. അത് 100 പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. 100 തുല്യ ഭാഗങ്ങളായിട്ട്, ഈക്വൽ പീസായിട്ടാണ്. അപ്പോൾ ഒരു പീസിൻ്റെ ലെങ്ത് ഓഫ് ഈച്ച് പീസ് എന്ന് പറയാം. ലെങ്ത് ഓഫ് ഈച്ച് പീസ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? അതെത്രയായിരിക്കും? തന്നിരിക്കുന്ന ടോട്ടൽ ലെങ്ത്തിനെ നമ്പർ ഓഫ് പീസ് വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടതാണ്. അതായത് 726 ഡിവൈഡഡ് ബൈ 100. അപ്പം എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? ഇവിടെ ഇങ്ങനെ 100 കൊണ്ട് ഹരിക്കാനായിട്ട് നമുക്കൊരു സിമ്പിൾ മാർഗം ഉണ്ടല്ലോ. താഴെ എത്ര 0 ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് അത്രയും സ്ഥാനം മാറ്റി ഒരു നമ്മുടെ പോയിൻ്റ് കുത്ത് ഇട്ടാൽ മതി. അപ്പോൾ 2 0 അപ്പോൾ 2 സ്ഥാനം മാറ്റി, അതായത് 6നും 2നും ശേഷം, അതായത് 7.26 സെൻറ്റിമീറ്ററാണ് ഒരു കയറിൻ്റെ അല്ലെങ്കിൽ കുഞ്ഞു കഷ്ണത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പം കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 85ാമത്തെ ചോദ്യം. 8² + 9² വില കാണുക. അപ്പം എന്താണ് 8² + 9²? ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം സ്ക്വയർ നമ്മൾ പഠിച്ചാൽ ഈ ചോദ്യം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. 8² എത്രയാണ്? 64. 8² എന്ന് പറയുമ്പം 8 × 8 പ്ലസ് 9². 9 × 9 എത്രയാണ്? 81. 64ഉം 81ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 145 എന്നാണ് കിട്ടുക. അതായത് ഓപ്ഷൻ ബി 145 നമ്മളുടെ ശരി ഉത്തരം. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 86ാമത്തെ ചോദ്യം. ഒരു ബാസ്കറ്റ് ബോൾ കളിക്കാരൻ്റെ 6 കളികളുടെ ശരാശരി സ്കോർ 18 പോയിൻ്റാണ്. അടുത്ത കളിയിൽ അയാൾ 25 പോയിൻ്റ് എടുത്താൽ പുതിയ ശരാശരി സ്കോർ എത്രയാണ്? അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അയാളുടെ 6 കളിയുടെ ശരാശരി സ്കോർ 18. അപ്പോൾ അയാളുടെ ടോട്ടൽ സ്കോർ എത്രയായിരിക്കും? 6 × 18 ചെയ്യുകയാണെങ്കിൽ അയാളുടെ ടോട്ടൽ സ്കോർ കിട്ടും. അയാളുടെ അല്ലെങ്കിൽ ടോട്ടൽ പോയിൻറ്റ്സ് കിട്ടും. ടോട്ടൽ പോയിൻ്റ് എത്രയാകും? 6 × 18 ചെയ്യുമ്പം 108 പോയിൻ്റാണ് അയാൾക്ക് ഇപ്പം ലഭിച്ചിരിക്കുന്നത്. ഇനി അയാളുടെ 7ാമത്തെ കളി, 7th അടുത്ത കളിയിൽ, അടുത്തതെന്ന് പറയുമ്പോൾ ഇപ്പോൾ 6 കളിയാണ്. അടുത്ത 7ാമത്തെ കളിയിൽ അയാൾക്ക് എത്ര പോയിൻ്റ് കിട്ടി? 25 പോയിൻറ്റ്സാണ് അയാൾക്ക് കിട്ടിയത്. അപ്പോൾ ശരാശരി സ്കോർ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ എത്ര കളിയായി? 7 കളിയായി. ഇപ്പം അയാളുടെ നിലവിലെ പോയിൻറ്റ്സ് എന്താ? ടോട്ടൽ പോയിൻറ്റ്സ് എത്രയാണ്? ടോട്ടൽ പോയിൻറ്റ്സ് എന്ന് പറയുമ്പം ടോട്ടൽ പോയിൻറ്റ്സ് 108ഉം ഈ 25ഉം കൂടി ആഡ് ചെയ്യണ്ടേ? അപ്പോൾ എത്രയാണ്? 133 ഇപ്പം അയാളുടെ ടോട്ടൽ പോയിൻറ്റ്സ്. അപ്പോൾ ഇനി നമുക്ക് ശരാശരി കണ്ടെത്തണം അല്ലേ? ആവറേജ് പോയിൻ്റ് അല്ലെങ്കിൽ ആവറേജ് സ്കോർ എത്രയാണ്? അപ്പോൾ ടോട്ടൽ പോയിൻറ്റ്സ് എത്രയാണ്? 133 ഡിവൈഡഡ് ബൈ എത്ര കളിയായി? 7 കളിയായി. ഇത് തമ്മിൽ ഹരിക്കുമ്പോൾ നമുക്ക് 19 എന്നാണ് കിട്ടുന്നത്. അതായത് ഓപ്ഷൻ സി 19 നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പോൾ ഇതിൽ ശരാശരിയുടെ നല്ലൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. ഇതേ മോഡൽ ചോദ്യങ്ങൾ നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 87ാമത്തെ ചോദ്യം. √64 + √100ൻ്റെ വില എന്ത്? അപ്പോൾ √64 + √100ൻ്റെ വില എന്ത്
എന്നാണ് ചോദ്യം. അപ്പോൾ റൂട്ട് 64 എത്രയാണ്? 64ൻ്റെ റൂട്ട് 8. ഇനി റൂട്ട് 100ൻ്റെ റൂട്ട് എത്രയാണ്? 10. അപ്പോൾ 8 + 10 18. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ ഡി 18 ആണ് നമ്മുടെ ശരി ഉത്തരം. ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 88ാമത്തെ ചോദ്യം. ഒരു വ്യക്തി 1200 രൂപയ്ക്ക് വാങ്ങിയ ഒരു വീട്ടുപകരണം 1500 രൂപയ്ക്ക് വിറ്റു എങ്കിൽ ലാഭശതമാനം എത്രയാണ്? അപ്പോൾ ഇതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കണം. നമുക്ക് വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ CP അല്ലേ, വിറ്റ വില എന്ന് പറയുമ്പോൾ SP, കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും. ഇവിടെ നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ലാഭശതമാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഏതാ? സെല്ലിംഗ് പ്രൈസ് കൂടുതലായതുകൊണ്ടല്ലേ, CPയേക്കാളും CP കുറവും SP കൂടുതലായതുകൊണ്ടാണ് നമുക്ക് ലാഭശതമാനം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ലാഭശതമാനത്തിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ, ലാഭശതമാനം അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ SP - CP / CP × 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമുക്ക് ലാഭശതമാനം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിലെ CP എത്രയാണ്? വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ് ആണ് 1200. ഇനി SP സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ വിറ്റ വിലയോ 1500 ആണ്. അപ്പോൾ നമുക്കിത് ഡയറക്റ്റായിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 1500 - 1200 / 1200 × 100. 1500-ൽ നിന്നും 1200 കുറയ്ക്കുമ്പോൾ നമുക്ക് 300 കിട്ടും. /1200 × 100. അപ്പോൾ 0 വെട്ടിപ്പോയി. 12നെ 3 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 4 ലഭിക്കും. 4 കൊണ്ട് 100നെ ഹരിക്കുകയാണെങ്കിൽ 25 കിട്ടും. അപ്പോൾ നമുക്ക് എത്രയാണ്? 25% വരുന്നത്. അതായത് ഓപ്ഷൻ ബി 25% ആണ് നമ്മളുടെ ശരി ഉത്തരം. അപ്പോൾ കൂട്ടുകാർ, ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. ലാഭശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് SP - CP / CP × 100 എന്ന് പറഞ്ഞുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 89ാമത്തെ ചോദ്യം. ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ കോൺ കാണുക. അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ ഒരു സൈഡിൽ അകത്ത് ഒരു ആംഗിള് 60 ഡിഗ്രിയും പുറത്തെ ആംഗിൾ തന്നിട്ടുണ്ട് 130 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത്. നമ്മളോട് ഈ മൂന്നാമത്തെ ആംഗിൾ അല്ലെങ്കിൽ ഈ ആംഗിൾ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ട്രയാങ്കിൾ ആണല്ലോ നമുക്ക് തന്നിരിക്കുന്നത്. ട്രയാങ്കിളിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 2 സൈഡ് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഈ ഒരു ത്രികോണത്തിൽ ഒരു സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ നമുക്ക്, ഈ ഒരു സൈഡ് മാത്രം. ഇവിടെയാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുമാണ്. അപ്പോൾ ഈ ഒരു സൈഡ് ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം ഇതും കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ നിന്നും ഇവിടെ ഇത്രയും ഭാഗവും എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലീനിയർ പെയർ എന്ന് പറഞ്ഞ് കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 180-ൽ നിന്നും 130 കുറയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ആംഗിൾ വരുന്നത് 180 ആണ് വരുന്നത് ടോട്ടൽ ആംഗിൾ. അപ്പോൾ 180-ൽ നിന്നും 180-ൽ നിന്നും 130 കുറയ്ക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനിലെ ആംഗിൾ നമുക്ക് കണ്ടെത്താം. അപ്പോൾ 180 - 130 ചെയ്യുമ്പോൾ നമുക്ക് 50 ഡിഗ്രി എന്ന് കിട്ടും. അതായത് അകത്ത് 50 ഡിഗ്രിയാണ് വരുന്നത്. ഇനി നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു പോയിൻ്റാണ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ എല്ലാം കൂടി സമ്മ്. ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 സം ഓഫ് ദ 3 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 180 എന്ന് പറഞ്ഞ് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ 3 ആംഗിളുകളും കൂടി ചേരുമ്പോൾ 180 ആണ് വരുന്നത്.
നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഒന്നാമത്തെ ആംഗിൾ 60ഉം രണ്ടാമത്തേത് 50ഉം ആണെന്ന്. ഇവ രണ്ടും കൂടി കൂട്ടിയിട്ട് കിട്ടുന്ന തുക 180 നിന്നും കുറയ്ക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കിട്ടും. അപ്പോൾ 180 മൈനസ് 60 പ്ലസ് 50 ഈക്വൽ ടു 180 മൈനസ് 60ഉം 50ഉം കൂടി ആഡ് ചെയ്യുമ്പം നമുക്ക് 110 കിട്ടുന്നത്. 180 നിന്നും 110 കുറയ്ക്കുമ്പോൾ എനിക്ക് 70 കിട്ടുന്നത്. അതായത് ആൻസർ ഈ മൂന്നാമത്തെ ആംഗിൾ 70. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ ലീനിയർ പെയർ എന്ന് പറയുന്നുള്ള തിയറി ഉപയോഗിച്ചും അതേപോലെ ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടി ചേരുമ്പോൾ 180 ഡിഗ്രി എന്നുള്ള തിയറി ഉപയോഗിച്ചുമാണ് നമ്മൾ ഈ ചോദ്യം കണ്ടെത്തിയത്, ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തിയത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 90ാമത്തെ ചോദ്യം. ഒരു സൈക്കിൾ സവാരിക്കാരൻ 45 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നു എങ്കിൽ അയാളുടെ ശരാശരി വേഗത എന്ത്? അപ്പം ഇവിടെ നമുക്ക് വേഗത കണ്ടുപിടിക്കാനായിട്ടാണ് വേഗത കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ, എത്ര ദൂരം കവർ ചെയ്തു എന്ന്, 45 കിലോമീറ്ററാണ്. ഇനി ടൈമോ, സമയം തന്നിട്ടുണ്ട്, എത്ര, 3 മണിക്കൂറിലാണ് അല്ലേ, 3 മണിക്കൂറിലാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ ശ്രദ്ധിക്കാം. എല്ലാ ഓപ്ഷൻസും കിലോമീറ്റർ പെർ അവർ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ യൂണിറ്റ് മാറ്റവും വേണ്ടതാണ്. അപ്പോൾ വേഗത ഈസ് ഇക്വൽ ടു ദൂരം ബൈ സമയം എന്ന് പറയുന്ന ഇക്വേഷനിൽ ഞാനിവിടെ വേഗത കണ്ടുപിടിക്കാനായിട്ട് ഈ യൂണിറ്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ അവിടെ 45ഉം ബൈ സമയത്തിൻ്റെ അവിടെ 3ഉം. 45നെ 3 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എനിക്ക് 15 എന്നാണ് കിട്ടുന്നത്. യൂണിറ്റ് ഇടുമ്പം കിലോമീറ്റർ പെർ അവർ, അതായത് ഓപ്ഷൻ ഡി ആണ് എൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ബൈ ടൈം, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഉത്തരം കണ്ടെത്തിയ ഈ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ ടെലിഗ്രാം ചാനലായ എയിം ഫോർ PSCയിൽ എന്നും PYQ സെഷൻസും അതേപോലെ തന്നെ ന്യൂ SCERT ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടി റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലായ എയിം ഫോർ PSCയിൽ അവൈലബിൾ ആണ്. യൂട്യൂബ് ചാനലിലെ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. 91ാമത്തെ ചോദ്യം. വില കാണുക. 5 + 3 ഹോൾ ഡിവൈഡഡ് ബൈ 2 + 4 സ്ക്വയർ. അപ്പോൾ എന്താണ് 5 + 3 ബ്രാക്കറ്റിൽ ഡിവൈഡഡ് ബൈ 2 + 4 സ്ക്വയർ. അപ്പം നോക്കൂ, ഇവിടെ നമ്മൾ ഏതാണ് റൂള്, ബോർഡ് മാസം എന്നുള്ള റൂൾ ഉപയോഗിച്ച് വേണം നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ. അപ്പോൾ ആദ്യം എന്താ, ബ്രാക്കറ്റിൽ ഉള്ള കാര്യങ്ങൾ വേണം ആദ്യം ചെയ്യാൻ. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിനകത്ത് 5 + 3 എന്നുണ്ട്, അത് ബ്രാക്കറ്റിനകത്തായതുകൊണ്ട് അതിൽ ഓപ്പറേഷൻ നടത്തിയിട്ട് വേണം അതിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ബാക്കി ചെയ്യാൻ. അപ്പോൾ 5ഉം 3ഉം കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടും, നമുക്ക് 8 കിട്ടും. 8 ഡിവൈഡഡ് ബൈ 2 + 4 സ്ക്വയർ. ഇനിയിപ്പം ഓഫില്ല, അപ്പോൾ ഇനിയിപ്പം ഡിവിഷനാണ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ, ഓഫില്ല, ഇനി ഡിവിഷൻ വേണം ചെയ്യാനായിട്ട്. 8നെ 2 വെച്ച് ഹരിക്കുകയാണെങ്കിൽ എത്ര കിട്ടും, 4 കിട്ടുന്നത്. ഇനിയിപ്പം 4 + 4 സ്ക്വയർ എന്നായി. ഈ സ്ക്വയർ മാറ്റിയിട്ട് ഞാൻ 4 + 4 × 4 എന്നാക്കി. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് അഡീഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 4 + 4 × 4 എത്രയാണ്, 16 ഈക്വൽ ടു, ഇപ്പം മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു, ഗുണിച്ചിരിക്കുന്നു, ഇനി അഡീഷൻ, ഇനിയിപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 4 + 16 20 എന്ന ഉത്തരം കിട്ടും. അതായത് ഓപ്ഷൻ എ 20 20 നമ്മുടെ റൈറ്റ് ആൻസർ. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 92ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? ഇപ്പോൾ ഇതൊരു സീരീസാണ്. സീരീസിലെ അടുത്ത സംഖ്യ ഏതെന്നാ സീരീസ് നമുക്ക് നോക്കാം. 2, 6,
12, 20. അടുത്ത നമ്പർ ഏതാണ്? അപ്പം നോക്കുക, 2, 6, 12, 20. ഇനി അടുത്ത നമ്പർ ഏതായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. 2ൻ്റെ കൂടെ 4 കൂട്ടുകയാണെങ്കിലാണ് എനിക്ക് 6 കിട്ടുന്നത്. ഇനി 6ൻ്റെ കൂടെ 6 കൂട്ടിയാലാണ് എനിക്ക് 12 കിട്ടുന്നത്. അടുത്തത് 12ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 20 കിട്ടുന്നത്? 8 കൂട്ടിയാലാണ് 20 കിട്ടുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ എത്ര നമ്പർ വീതമാണ് കൂട്ടിപ്പോകുന്നത്? 4, 4 കഴിഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 4ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോഴല്ലേ 6 വന്നത്. 6ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 8 കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 8ൻ്റെ കൂടെ 2 കൂട്ടുക അതായിരിക്കും. 8ൻ്റെ കൂടെ 2 കൂട്ടി അത് ഈ 20ൻ്റെ കൂടെ കൂട്ടുമ്പോഴാണ് ഉത്തരം വരുന്നത്. 8ൻ്റെ കൂടെ 2 കൂട്ടിയാൽ എത്ര കിട്ടും? 10 കിട്ടും. അതായത് 20ൻ്റെ കൂടെ 10 കൂട്ടണം. 10 കൂട്ടുമ്പോൾ എത്രയാണ്? 30. അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഈ ചോദ്യം ഒന്നുകൂടി പറഞ്ഞുതരാം. പാറ്റേണിലെ ചോദ്യം തന്നെയാണ്, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. 2, 6, 12, 20 ആണ് നമ്മുടെ പാറ്റേൺ. അടുത്ത സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 2, 6 ആകണമെങ്കിൽ 4 കൂട്ടണം. 6, 12 ആകാൻ 6 കൂട്ടി. 12ൻ്റെ കൂടെ 8 കൂട്ടിയപ്പോഴാണ് 20 ആയത്. അപ്പോൾ നോക്കുക, ഓരോ സംഖ്യ കഴിയുമ്പോൾ തോറും 2 വീതം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കൂടെ. ഇതിന് തൊട്ട് മുമ്പ് ആഡ് ചെയ്ത സംഖ്യകളുടെ എത്രയാണോ കൂട്ടിയത് അതിൻ്റെ ഒപ്പം 2 ആഡ് ചെയ്താണ് അടുത്ത സംഖ്യ കണ്ടുപിടിക്കുന്നത്. അതായത് 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്ത് 6, 6ഉം കൂടി ചേർന്നാണ് 12. 6ൻ്റെ കൂടെ 2 കൂട്ടി 8 ആയി. ആ 12ൻ്റെ കൂടെ 8 കൂട്ടിയാണ് 20 ആയത്. അപ്പോൾ 8ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 10 ആകും. ആ 10 20ൻ്റെ ഒപ്പം കൂടെയാണ് 30 ആയത്. അല്ലെങ്കിൽ ഒന്ന് ഓർത്താൽ മതി, 4, അത് കഴിഞ്ഞ് 6, 8, 10 എന്ന രീതിയിൽ പ്രോഗ്രസ് ചെയ്ത് പോവുക എന്നുള്ളത് ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സംഖ്യ, അടുത്ത സംഖ്യ ഏതായിരുന്നു? 30. ഓപ്ഷൻ ബി 30 ആയിരുന്നു ശരി ഉത്തരം. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 93ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ അഭാജ്യ സംഖ്യകളുടെ സെറ്റ് തിരിച്ചറിയുക. അപ്പോൾ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സിൻ്റെ സെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ നോക്കാം. നമുക്ക് ആദ്യം പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാം. പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1ഉം ആ നമ്പറും മാത്രം. 1ഉം ആ നമ്പറും മാത്രമാണ് ഫാക്ടേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയുന്ന പ്രൈം നമ്പർ ഏതാ? 1, 2, 3, 5, 7, 11, 13 ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ 13 വരെ ഉള്ളൂ. ഇതിനകത്ത് ഈ വരുന്ന സെറ്റുള്ളത് ഏതാണെന്ന് നോക്കുക. ഓപ്ഷൻ എ എടുക്കുക. അതിനകത്ത് എന്താണ് എയ്ക്കകത്ത് വന്നിരിക്കുന്നത്? 2, 3, 5, 6 വന്നിരിക്കുന്നു. 6 ഒരു പ്രൈം നമ്പർ അല്ല. ഇനി ഓപ്ഷൻ ബി എടുക്കുക. അതിനകത്ത് 1, 7, 11, 13. ഒന്നൊരിക്കലും ഒരു പ്രൈം നമ്പറായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. ഇനി ഓപ്ഷൻ സി എടുക്കാം നമുക്ക്. അതിനകത്ത് 2, 3, 5, 11. യെസ്, അപ്പോൾ ഇത് പ്രൈം നമ്പറിൻ്റെ സെറ്റാണ്. ഇനി നമുക്ക് ഓപ്ഷൻ ഡിയും കൂടി നോക്കിയേക്കാം. 4, 6, 8, 9. ഈ തന്നിരിക്കുന്ന ഒന്നും തന്നെ പ്രൈം നമ്പേഴ്സ് അല്ലതാണ്. അപ്പോൾ ഏതാണ് പ്രൈം നമ്പറിൻ്റെ സെറ്റായിട്ട് വരുന്ന? ഓപ്ഷൻ സി 2, 3, 5, 11 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറാണ്. ആ പ്രൈം നമ്പർ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 94ാമത്തെ ചോദ്യം. 0 ഏത് തരത്തിലുള്ള സംഖ്യയാണ്? 1 പൂർണ്ണസംഖ്യ, 2 എണ്ണൽ സംഖ്യ, 3 രേഖീയ സംഖ്യ. ഇതിൽ 0 എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യയുമാണ്, രേഖീയ സംഖ്യയുമാണ്. എന്നാൽ ഇതൊരു എണ്ണൽ സംഖ്യയല്ല. പൂർണ്ണസംഖ്യ എന്ന് പറയുകയാണെങ്കിൽ ഹോൾ നമ്പേഴ്സ് എന്ന് പറയാവുന്നതാണ് പൂർണ്ണസംഖ്യ. അപ്പോൾ 0 മുതലാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ അതൊരു നാച്ചുറൽ നമ്പർ എന്നാണ് പറയുന്നത്.
നാച്ചുറൽ നമ്പർ 1 മുതലാണ് തുടങ്ങുന്നത്. പൂർണ്ണസംഖ്യ ഒരു ഹോൾ നമ്പറാണ്, 0-ൽ നിന്നാണ്. ഈ രേഖീയ സംഖ്യ എന്ന് പറഞ്ഞാൽ ലീനിയർ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഈ പാറ്റേൺസിലൊക്കെയുള്ള നമ്മൾ 0, നെഗറ്റീവും പോസിറ്റീവും എല്ലാം വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? 0 ഏത് തരത്തിലുള്ള സംഖ്യയാണെന്ന് ചോദിച്ചാൽ പൂർണ്ണസംഖ്യയും രേഖീയ സംഖ്യയുമാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒറ്റയാന ഏതെന്ന് നോക്കുക. ഓപ്ഷൻസ് നോക്കിക്കേ. 36, 25, 28, 49. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവിടെ എഴുതാം. 36, 25, 28, 49. ഈ 28 ഒഴികെ ബാക്കി 3 സംഖ്യകളും എന്താണ്? സ്ക്വയറുകളല്ലേ. 36 എന്ന് പറഞ്ഞാൽ 6ൻ്റെ സ്ക്വയർ, 25 എന്ന് പറയുമ്പോൾ 5ൻ്റെ സ്ക്വയർ, 49 എന്ന് പറയുന്നത് 7ൻ്റെ സ്ക്വയർ. 28 ഒരു സ്ക്വയർ അല്ല. അപ്പോൾ ഒറ്റയാൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 28 നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 96ാമത്തെ ചോദ്യം. താഴെ പറയുന്ന അക്ഷരങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിച്ച് ഒരു ഗണിതശാസ്ത്രപരമായ ഉപകരണത്തിൻ്റെ പേരെഴുതുക. അപ്പം നമുക്ക് തന്നിരിക്കുന്ന അക്ഷരങ്ങൾ പറഞ്ഞ TCROPROTAR. അപ്പോൾ ഈ വരുന്ന അക്ഷരങ്ങൾ വരുന്ന ഏത് ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിയാൽ മതി. നോക്കാം. ഓപ്ഷൻ എ പാരലലിന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന അക്ഷരത്തിനകത്ത് എല്ലില്ല, അപ്പോൾ അതോ അല്ലെന്ന് മനസ്സിലായി. ഓപ്ഷൻ ബി പ്രൊട്രാക്ടർ. അപ്പോൾ തന്നിരിക്കുന്ന ഈ വാക്കുകളെല്ലാം ചേർന്ന് ഒരർത്ഥവത്തായിട്ടുള്ള അക്ഷരങ്ങളെല്ലാം ചേർന്ന് നമുക്ക് അർത്ഥവത്തായിട്ട് പ്രൊട്രാക്ടർ എന്ന് പറയുന്നൊരു ഉപകരണമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ നോക്കുക ഗ്രാഫ്. അപ്പോഴേക്കെല്ലാം ജി തന്നിട്ടില്ല, അപ്പോൾ ഇതല്ല. ഇനി കാൽക്കുലേറ്റർ നമുക്ക് ഒരു സി ഉള്ള എല്ല് തന്നിട്ടില്ല. അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതാണ്? പ്രൊട്രാക്ടർ തന്നെയാണ്. ഓപ്ഷൻ ബി പ്രൊട്രാക്ടർ തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പം ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 97ാമത്തെ ചോദ്യം. സീതയ്ക്ക് അവളുടെ മകൻ്റെ 3 മടങ്ങ് പ്രായമുണ്ട്. 2 പേരുടെയും വയസ്സുകളുടെ തുക 60 ആണ്. മകൻ്റെ വയസ്സ് എത്ര? അപ്പോൾ ഇവിടെ 2 പേരാണ് പറഞ്ഞിരിക്കുന്നത്. സീതയും സീതയുടെ മകനുമാണുള്ളത്. അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? സീതയ്ക്ക് അവളുടെ മകൻ്റെ 3 മടങ്ങ് പ്രായമുണ്ടെന്ന്. അപ്പോൾ സീതയ്ക്ക് മകൻ്റെ 3 മടങ്ങ് പ്രായം. അതുകൊണ്ട് ഞാൻ മകൻ്റെ പ്രായത്തെ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സീതയുടെ പ്രായം എത്രയാണ്? 3x എന്ന് പറയാം. 3 മടങ്ങല്ലേ. ഇനി തന്നിട്ടുണ്ട് 2 പേരുടെയും വയസ്സുകളുടെ തുക 60 ആണ്. അപ്പോൾ സീതയുടെ വയസ്സ് 3x-ഉം മകൻ്റെ വയസ്സ് x-ഉം ഇവരുടെ തുക എത്രയാണ്? 60. 3x-ൻ്റെ കൂടെ x കൂട്ടുമ്പോൾ 4x ആകും. 4x = 60. അടുത്ത സ്റ്റെപ്പിൽ x = 60 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ഇവിടെ 4 × x ആണ്. അത് ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷനായിട്ട് മാറും. 60നെ 4 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 15 ആണ് കിട്ടുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആരുടെ വയസ്സാണ്? മകൻ്റെ വയസ്സ് എത്ര? മകൻ്റെ വയസ്സ് എന്തായിട്ടാണ് നമ്മൾ എഴുതിയ? x ആയിട്ടാണ്. ആ എക്സിൻ്റെ വാല്യൂ 15 ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഓപ്ഷൻ സി ആണ് 15 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 98ാമത്തെ ചോദ്യമാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് 10 AM യാത്ര തിരിക്കുന്ന ഒരു ബസ് 1 PM അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരുന്നു എങ്കിൽ യാത്രയ്ക്കടുത്ത സമയം എത്ര? അപ്പം 10 തുടങ്ങി 10 AM പോയതാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് 1 PM ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ എത്തി. അപ്പോൾ എത്ര മണിക്കൂർ യാത്ര ചെയ്തു എന്നാണ്. അപ്പം 10, 11, 12, 1. 10 നിന്ന് 11 1 മണിക്കൂർ, 11, 12 1 മണിക്കൂർ, 12 1 മണി, 3. അങ്ങനെ 3 മണിക്കൂറാണ് ടോട്ടൽ യാത്ര ചെയ്തിരിക്കുന്നത്. 3 ഹവേഴ്സിൻ്റെ യാത്രയായിരുന്നു. അപ്പം ഓപ്ഷൻ ബി 3 മണിക്കൂറാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു.
കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 99ാമത്തെ ചോദ്യം. 3/2 കിലോഗ്രാമിൻ്റെ 10 മടങ്ങ് എത്ര കിലോഗ്രാമാണ്? അപ്പോൾ എത്രയാണ്? 3/2ൻ്റെ 10 മടങ്ങ്. അപ്പം 3/2 × 10 ചെയ്താൽ മതി. അപ്പോൾ 3 × 10 ചെയ്യുക 30 എന്നാകും. 30ൻ്റെ പകുതി കണ്ടെത്തിയാൽ മതി. അതായത് ഉത്തരം എത്രയാണ്? 15 കിലോഗ്രാമാണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ സി 15 നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. 100ാമത്തെ ചോദ്യം. 65 പേരുള്ള ക്ലാസ്സിൽ സിദ്ധാർത്ഥ മുന്നിൽ നിന്നും 37ാമതാണ് എങ്കിൽ പിന്നിൽ നിന്നും സിദ്ധാർത്ഥിൻ്റെ റാങ്ക് എത്ര? അപ്പോൾ ടോട്ടൽ എത്രയാണ് ആ ക്ലാസ്സിലുള്ളത്? 65 പേരാണുള്ളത്. സിദ്ധാർത്ഥിൻ്റെ സ്ഥാനം എത്രയാണ്? 37ാമതാണ് സ്ഥാനമെങ്കിൽ പിന്നിൽ നിന്ന് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 65ൽ നിന്ന് 37 കുറച്ചിട്ട് കിട്ടുന്ന ഉത്തരത്തിൻ്റെ കൂടെ 1 കൂട്ടിയാൽ മതി. 65ൽ നിന്നും 37 കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് 28 എന്നാണ് കിട്ടുന്നത്. ആ 28ൻ്റെ കൂടെ 1 കൂട്ടുക 29. പിന്നിൽ നിന്നും സിദ്ധാർത്ഥിൻ്റെ റാങ്ക് 29ാമതെന്ന് പറയാൻ പറ്റും. അതായത് ഓപ്ഷൻ സി 29 ആണ് ഉത്തരമായിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ ഇന്ന് 20 ചോദ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.